കോവിഡ് പോലെ സ്പ്രെഡ് ആവുന്നതും നിപ്പ പോലെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു വൈറസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഇനിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ, പാൻഡമിക് ഉണ്ടാവുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതിനെ ടാർഗറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഹാർവേഡ് ജോയിൻ ചെയ്തിട്ട് പോലും ഒരു ഫോറിനല്ല ഒരു വലിയ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഡിഫിക്കൽട്ടീസ് എനിക്ക് അവിടെ ഫേസ് ചെയ്തിട്ടേ ഇല്ല. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല സ്ട്രോങ് ആണ് ഫ്രം ഐസർ റിസർച്ച്. ഞാൻ അവിടെ 5 വർഷം PhD ചെയ്തതാണ്. അപ്പോൾ എനിക്കറിയാം എത്രത്തോളം ഐസർ ക്യാമ്പസ് നല്ലതാണ്. അവർ ലാഭം പകലും വീടും വിട്ടായിരിക്കും പോയി ഇതുപോലുള്ള റിസർച്ച് ചെയ്ത് മാൻകൈൻഡിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മാരകമായ ഒരു വൈറസ് ആണെങ്കിൽ ഇവൻ റിസർവോർ ആയ വവ്വാലിന് എന്തെങ്കിലും സംഭവിക്കേണ്ടതാണ്. സ്റ്റിൽ അവർ പറയുന്നത് ഇതെന്തോ ഒരു ഫാർമസ്യൂട്ടിക്കൽ മാഫിയ. അപ്പൊ എത്രത്തോളം സേഫ് ആണ് നമ്മൾ സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്ന വാക്സിൻസ്? ഞാൻ വാക്സിൻ എടുത്തില്ല, എന്നിട്ട് എനിക്ക് കോവിഡ് വന്നില്ല. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഐസർ തിരുവനന്തപുരത്ത് നിന്ന് PhD കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിര യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക് സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജസ്വിൻ ജോസഫ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം ജസ്വിൻ ജോസഫിനെ. സോ ജസ്വിനേട്ടാ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ജസ്വിനേട്ടൻ PhD ചെയ്തത് ഐസർ തിരുവനന്തപുരത്താണ് അല്ലേ? വൈറോളജിയിലായിരുന്നു PhD എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ വൈറോളജിയിലേക്ക് എത്തിയത്? ആ ഐസർ എത്തുന്നത് വരെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. റിസർച്ച് എന്നൊരു കരിയർ ഓപ്ഷനിലേക്ക് വരാനുള്ളത് ബേസിക്കലി ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇവൻ മിഡിൽ സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ തൊട്ട് എപ്പോഴൊരു അസുഖം നമ്മൾ ആശുപത്രിയിൽ പോയാലും ഡോക്ടറുടെ മെയിൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറൽ ഫീവർ ആണ്, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. റിപ്പീറ്റഡ് ടൈം നമ്മൾ എപ്പോൾ പോയാലും ഡോക്ടറുടെ ബേസിക് കൺസെപ്റ്റ് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതിനെക്കുറിച്ച് ചെറുതായി നമ്മൾ ബ്രൗസ് ചെയ്തു എന്ന് വെച്ചാൽ എന്താണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ഓൾവേസ് ഈ ടേംസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ വൈറസസ് എന്താണ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്താണ്, ജസ്റ്റ് ഒരു വേഗ് ഐഡിയ കിട്ടി, അല്ലെങ്കിൽ ചെറിയൊരു ഐഡിയ കിട്ടിയില്ല. ഇത് ടൈനി ക്രീച്ചേഴ്സ് ആണ്, മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡിവൈസ് ഉപയോഗിച്ച് കാണേണ്ട ഡിവൈസ്. ഈ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലെ ടൈനി ക്രീച്ചേഴ്സ് എങ്ങനെ ഹ്യൂമൻ പോലെ ഒരു വലിയ ഓർഗാനിസത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, അതിന് അവരെ എങ്ങനെയാണ് ആ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് കൊടുക്കുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞപ്പോഴും ബയോളജി സബ്ജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ബയോളജി അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു. പിന്നാണ് ആക്ച്വലി ഇൻഫെക്ഷ്യസ് ഡിസീസിലേക്ക് വരാൻ വേണ്ടി BSc മൈക്രോബയോളജി എടുത്തു. അതാണ് ഒരു ബേസിക് കോഴ്സ് പറയുന്ന മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി. അതിൽ UG ചെയ്തു അമൃത കൊല്ലത്ത്. അതുപോലെ തന്നെ അതിൽ തന്നെ PG കണ്ടിന്യൂ ചെയ്തു, മാസ്റ്റേഴ്സ് ഇൻ മൈക്രോബയോളജി. അപ്പോൾ തിയററ്റിക്കലി നല്ലൊരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ബാക്ടീരിയ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്, അതിന്റെ മെക്കാനിസം എന്താണ്, അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷൻ എങ്ങനെ ഉണ്ടാകുന്നു. അതിനുശേഷം എക്സ്പെരിമെന്റലി ട്രൈ ഔട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എങ്ങനെയാണ് ഈ വൈറസസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്യുന്നത്, ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചേഞ്ചസ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെ അതിനുവേണ്ടി റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങൾ കാരണം വൈറോളജി അല്ലെങ്കിൽ ഒരു മൈക്രോബയോളജി റിസർച്ച് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വൈറോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി ബേസ്ഡ് റിസർച്ച് PhDക്ക് ഒരു സബ്ജക്റ്റായി തിരഞ്ഞെടുത്തത്. ജസ്വിനേട്ടൻ PhD ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത് ഐസർ തിരുവനന്തപുരമാണ് അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഐസർ തിരുവനന്തപുരം ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഫെക്ഷ്യസ് ഡിസീസ് റിസർച്ച് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഈവൻ UG PG കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്ത്യയിലുള്ള ബേസിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് സയൻസ് റിസർച്ചിന് വേണ്ടിയുള്ള ബേസിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഐസർ, അതുപോലെ തന്നെ IISc ബാംഗ്ലൂർ. സിമിലർ ടു IITs ഫോർ ടെക്നോളജീസ് സിമിലർ ആണ് നമുക്ക് ഐസർ അല്ലെങ്കിൽ IISc. അപ്പോൾ ഐസർ ട്രിവാൻഡ്രം ഒരു ന്യൂലി എമേഴ്സ്ഡ് ക്യാമ്പസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മുകളിലായിട്ടേ ഉള്ളൂ ഐസർ തുടങ്ങിയിട്ട്. അപ്പം ബാക്കിയുള്ള ഐസേഴ്സിനെ കമ്പയർ ചെയ്ത് ഇത് ന്യൂലി എമേഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ റിക്രൂട്ട് ചെയ്ത ഫാക്കൽറ്റീസ് എല്ലാം ഒരുപാട് മികച്ചതാണ്. അപ്പോൾ ഞാൻ ഇൻഫെക്ഷ്യസ് ഡിസീസിലേക്ക് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ സ്ഥലത്തേക്ക് റിസർച്ചിന് പോവുകയാണെങ്കിൽ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവിടുത്തെ ഫാക്കൽറ്റി പ്രൊഫൈൽസ് ആണ്, അല്ലെങ്കിൽ റിസർച്ച് തീമാണ്, അവിടെ എന്തൊക്കെ റിസർച്ച് നടക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് ഞാൻ ഒബിയസ്ലി നോക്കുന്നത്. നിങ്ങൾ നോക്കിയിരുമ്പോൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് റിസർച്ചിനാണെങ്കിലും അവരുടെ ഫെസിലിറ്റീസിനാണെങ്കിലും ഐസർ തിരുവനന്തപുരം എന്തുകൊണ്ട് ഒരു മികച്ച ക്യാമ്പസായി എനിക്ക് തോന്നി. അത് തന്നെയാണ് അവിടെ PhD ചെയ്യാനുള്ള ഒരു പ്രചോദനവും. ഐസറിൽ PhD ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? ഒരു PhD സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഐസർ എന്തൊക്കെ കാര്യങ്ങളാണ് ജസ്വിനേട്ടന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടെ കിട്ടിയ ഒരു എക്സ്പോഷർ എത്രത്തോളം വാല്യൂബിൾ ആയിരുന്നു? ഐസറിൽ ഞാൻ PhDക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു ലാബിൽ ജോയിൻ ചെയ്യുകയാണ്. ഡോക്ടർ സ്റ്റാലിൻ രാജിൻ്റെ കൂടെ. വൈറോളജി റിസർച്ച് ആണ്, ഇൻഫെക്ഷ്യസ് മോളിക്കുലർ വൈറോളജി റിസർച്ച് ആണ്. അപ്പോൾ ഫസ്റ്റ് ലാബ് ഒരു സ്റ്റുഡൻറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. കാരണം ഫെസിലിറ്റീസ് ആദ്യം സെറ്റപ്പ് ആക്കണം, ഇൻസ്ട്രുമെൻറ്റേഷൻ വരണം, കെമിക്കൽസ് വരണം, ഒത്തിരി ടൈം എടുക്കുന്ന ഒരു കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിനുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ മെൻ്റൽ സപ്പോർട്ട്, ഈവൻ ഫണ്ടിങ് സപ്പോർട്ട് എല്ലാം ഈവൻ സ്റ്റാലിൻ സാർ വഴി അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഐസറിലെ ഇൻഫ്രാസ്ട്രക്ചർ വഴി അറേഞ്ച് ചെയ്തു. ഈവൻ നമുക്കൊരു ലാബ് സെറ്റ് ആകുന്നത് വരെ നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേറെ ലാബുകളിലുണ്ട്. അതൊരു നല്ലൊരു എൻവയോൺമെന്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ലാബ് സെറ്റ് ആവുന്നതോടെ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലേ ആയിക്കൊണ്ടേയിരിക്കും.
PhD എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ടൈം ബൗണ്ട് ആണ്. 5 വർഷമാണ് ഇന്ത്യയിലെ ജനറൽ പീരീഡ് ഓഫ് റിസർച്ച്. ഫണ്ടിങ് തരുന്ന റിസർച്ച് 5 years ആണ്. അപ്പൊ ആ ടൈമിനുള്ളിൽ തീർക്കുക എന്നുള്ളത് വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്. അതിനുള്ളിൽ തീർക്കാൻ പറ്റിയില്ലേ പിന്നെ പ്രഷേഴ്സ്, ഇന്റേണൽ പ്രഷേഴ്സ് ഉണ്ടാകും, പലതരം പ്രഷേഴ്സ് ഉണ്ടാവും, പിന്നെ കരിയർ പിന്നെയും ഡിലേ ആയിട്ടിരിക്കും. ഐസറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജോയിൻ ചെയ്തുകൊണ്ട് വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, വലിയൊരു ഫാക്ടറാണ് റിസർച്ചിൽ. അങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും റിസർച്ചിന് ആവശ്യമായിരുന്നു. സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് റിസർച്ചിന് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും ഐസർ ട്രിവാൻഡ്രം ക്യാമ്പസിലുണ്ട്. അത് ബയോളജിക്കൽ റിസർച്ച് ആയിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, എനി ടൈപ്പ് ഓഫ് റിസർച്ച് ആയിക്കോട്ടെ, എല്ലാ ഫെസിലിറ്റീസും ഐസർ ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്വിനേട്ടന്റെ PhD മെന്റർ എന്ന് പറയുന്നത് സ്റ്റാലിൻ രാജ് ചെയ്യുന്നുണ്ട്, ഡോക്ടർ സ്റ്റാലിൻ രാജ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ഒരു മെന്റർഷിപ്പ് അത് എത്രത്തോളം റിസർച്ചിൽ ഒരു ഫർദർ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ സഹായിച്ചിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ഫാക്കൽറ്റി ഡോക്ടർ സ്റ്റാലിനുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമായിരുന്നു. ബിക്കോസ് ഡയറക്റ്റ് സ്റ്റുഡൻറ് ടീച്ചർ റിലേഷനാണ്. ഒരു ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ് ആയ ലാബിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ കൂടുതലും നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സ് ആയിരിക്കും. ഡയറക്റ്റ് ഒരു ഫാക്കൽറ്റിയുമായിട്ട് ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരിക്കും. പക്ഷെ ഞാനൊരു ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആയ സ്ഥിതിക്ക് ഡയറക്റ്റ് ഫാക്കൽറ്റിയാണ് എല്ലാം നമുക്ക് ട്രെയിനിങ് തരുന്നത്. അവരവരുടെ കണ്ട എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി കിട്ടിയ എക്സ്പോഷർ, അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഡയറക്റ്റ് നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ ഡയറക്റ്റ് ഹാൻഡ്സ് ഓൺ നമുക്ക് പഠിപ്പിച്ചു തരും. അതൊരു വലിയ ഒരു കാര്യമാണ് PhD അല്ലെങ്കിൽ പുതിയൊരു സയന്റിഫിക് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെ സീനിയേഴ്സിന് പഠിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. ഒബ്വിയസ്ലി ഞാനും താഴോട്ടുള്ള ജൂനിയേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഡയറക്റ്റ്ലി ഒരു ഫാക്കൽറ്റിയായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ കുറച്ചുകൂടെ മച്ച് മോർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഓരോ കാര്യങ്ങളും റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിക്കോട്ടെ, പ്രൊജക്ട് ഫോർമുലേറ്റ്, ഒത്തിരി കാര്യങ്ങളിൽ കുറെ കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പൊ ഐസറിലെ PhDക്ക് ശേഷം ഇപ്പൊ ജസ്വിനേട്ടൻ വർക്ക് ചെയ്യുന്നത് പോസ്റ്റ് ഡോക് സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ QS വേൾഡ് റാങ്കിങ്ങിലെ 4ാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം ഐസർ തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെയായിരുന്നു ഹാർവേഡിലേക്കുള്ള ആ ഒരു ജേർണി എന്ന് പറയുന്നത്? എങ്ങനെയാണ് അവിടെയുള്ള അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള PhD സ്റ്റുഡൻസിനെ മാത്രമേ പോസ്റ്റ് ഡോക്കിന് വേണ്ടി ചാൻസ് കൊടുക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് അതുപോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു അവസരം എങ്ങനെയാണ് കിട്ടിയത്? സോ ഈ അവസരങ്ങൾ ആക്ച്വലി ജനറൽ പബ്ലിക് അല്ലെങ്കിൽ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ലെന്നാണ് ജനറലി ആൾക്കാർ വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാർവേഡ് അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് ഇങ്ങനെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ ഓൾമോസ്റ്റ് എല്ലാവരും വിചാരിക്കുന്നത് ഫോറിൻ ആൾക്കാർ അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിനെ പറ്റൂ, അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് പബ്ലിക്കേഷൻ അങ്ങനെയൊക്കെ ഉള്ളവർക്കേ പറ്റൂ. അങ്ങനെയല്ല, ജനറലി നമ്മൾ ഞാനിപ്പം ബയോളജി റിസർച്ചാണ്. ബേസിക് ആയുള്ള കാര്യങ്ങൾ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഐസർ അല്ല IAS ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ച് നല്ല ബേസിക് തറോ ആക്കി പോയി കഴിഞ്ഞാൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ബേസിക് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് വിത്ത് പാനൽ. മൾട്ടിപ്പിൾ ആൾക്കാർ കാണും. നമ്മൾ എത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് അനുസരിച്ചിരിക്കും നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ആയിട്ട് അറിയാമെങ്കിൽ, ജസ്റ്റ് അറിയാമെങ്കിൽ അവർ ചോദിക്കുന്നതിന് എന്തും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും കോൺഫിഡന്റ് ആയിട്ട്. അതിപ്പോൾ ഏതൊരു യൂണിവേഴ്സിറ്റി, ഐസർ വലിയൊരു ട്രെയിനിങ് ആണ് അതിൽ തന്നെ, പർട്ടിക്കുലർലി ഡോക്ടർ സ്റ്റാലിൻ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറയും ഫ്യൂച്ചർ എന്തായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ്ലി പോയി ഒരു ഇന്റർവ്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാണ്. നമ്മൾ സീക്വൻഷ്യലായിട്ട് അതിന് ട്രെയിനിങ് കിട്ടണം. ഓരോ വർഷം പ്രസന്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മീറ്റിംഗ്സിൽ ഇൻവോൾവ് ആകുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പൊട്ടൻഷ്യൽ കിട്ടും. എങ്ങനെ ഈ യൂണിവേഴ്സിറ്റികളിൽ പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാർവേഡ് പോലുള്ള വലിയ യൂണിവേഴ്സിറ്റിയിലെ ഇന്റർവ്യൂ പാനലിനെ എങ്ങനെ ഫേസ് ചെയ്യാം, കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ ഫേസ് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു ട്രാൻസിഷൻ നടന്നു ഡ്യൂറിങ് PhD തന്നെ. പിന്നെ മെന്റർഷിപ്പ് ഒക്കെ നമ്മൾ ഒത്തിരി ചെയ്യാറുണ്ട് ജൂനിയേഴ്സിന് ഡ്യൂറിങ് ഐസർ PhD പ്രോഗ്രാം. ഡയറക്റ്റ് നമ്മളൊരു ഫാക്കൽറ്റി പോലെ തന്നെ ആക്ട് ചെയ്യാണ്. ലാബിൽ വേറെ കുട്ടികളെ അല്ലെങ്കിൽ ജൂനിയേഴ്സിനെ പഠിപ്പിക്കുക, ടീച്ചിങ് കോഴ്സസ് എടുക്കുക, ഇതൊക്കെ പാർട്ട് ഓഫ് ദ ജേണിയാണ്. കാരണം ഇന്റർവ്യൂ പ്രോസസ്സിൽ ജസ്റ്റ് നമ്മുടെ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ഔട്ട്പുട്ട് മാത്രമല്ല ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നോക്കുന്നത്. എത്രത്തോളം ഒരു ലാബിനെ ആസ് എ ടീം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഒരു ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, ബാക്കിയുള്ളവരായിട്ടെല്ലാം കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഐസർ പോലൊരു സ്ഥലത്ത്, ട്രിവാൻഡ്രം ഐസർ TVM പോലുള്ള സ്ഥലത്ത് ഈ ഒരു എൻവയോൺമെന്റ് നിങ്ങൾ PhDക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റീസ്, ഓൾ ദ ഫാക്കൽറ്റീസ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ ലാബ് എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യും, ഒരു വലിയ ഫാക്ടറാണ്. എങ്ങനെയാണ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്? സോ ജനറലി US-ലേക്ക് PhD പൊസിഷൻസിന്റെ ആപ്ലിക്കേഷൻ എൻ്റയർലി ഡിഫറെന്റ് ആണ്. ബട്ട് PhD കഴിഞ്ഞുള്ള ഈ പോസ്റ്റ് ഡോക്ടറൽ സയന്റിസ്റ്റ് അങ്ങനത്തെ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചർ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ജനറലി ആപ്ലിക്കേഷൻ പ്രോസസ് അല്ല PhD പോലെ ഡയറക്ട്ലി ഫാക്കൽറ്റിയായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് അവരുടെ ഫാക്കൽറ്റിയുടെ റിസർച്ച് അല്ലെങ്കിൽ തീം ഓഫ് റിസർച്ചിൽ നമുക്ക് നമ്മുടെ റിസർച്ച് ഫിറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഡയറക്ട്ലി ഇമെയിൽ അവരുടെ ഇമെയിൽ അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം റിപ്ലൈസ് വരാൻ പാടാണ്. ബിക്കോസ് ദേ ആർ ഓൾവേസ് ഒത്തിരി ബിസി അല്ലേ ആൾക്കാർ, നമ്മൾ ഒത്തിരി ബിസിയാണ്. അവർ പല മീറ്റിങ്ങിലും പല കാര്യങ്ങളും എന്ന് കരുതി അവർ ആ ഇമെയിൽ ഇഗ്നോർ ചെയ്തു എന്നല്ല അതിനർത്ഥം. ബിക്കോസ് അവർ അത് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിരിക്കും റിപ്ലൈ ചെയ്യാമെന്ന്. ബട്ട് ബൈ ചാൻസ് അവർ മറന്നുപോകും. നമ്മൾ ചെയ്യേണ്ട ജനറൽ പ്രൊസീജിയർ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക. ബിക്കോസ് ആപ്ലിക്കേഷനെ ഓൾവേസ് അവർ റിപ്ലൈ ചെയ്യും. റിപ്ലൈ ചെയ്താലുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CV കവർ ലെറ്റർ ഒക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരിക്കും.
അതിനെ ബേസ് ചെയ്ത് അവരുടെ പാനലുമായിട്ട് ഡിസ്കസ് ചെയ്യും. മൾട്ടിപ്പിൾ ഫാക്കൽറ്റീസ് ആണ് ഇൻവോൾവ്. അപ്പോൾ ഫാക്കൽറ്റിയായിട്ട് ഇൻവോൾവ് ഡിസ്കസ് ചെയ്തിട്ട് പറയും ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ നടക്കുന്നത് 1-on-1 ഇന്റർവ്യൂ അല്ല, ഫുൾ ലാബിന് മുമ്പിലായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്തത്. ഫുൾ ലാബിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുക. സെയിം ഒരു ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് എങ്ങനെ നടക്കുന്നു ഏതൊരു യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെയാണ്. ഫുൾ ലാബിൽ പ്രസന്റ് ചെയ്യുക, ഇൻഡിവിജ്വൽ ഓരോ പോസ്റ്റ് ഡോക്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ആയിട്ട് മീറ്റ് ചെയ്യുക 15 മിനിറ്റ്സ്. അപ്പൊ എല്ലാവരുടെ ഒരു കൊളാബറേറ്റീവ് എഫക്ട് അല്ലെങ്കിൽ ആ എഫേർട്ട് കഴിഞ്ഞൊരു ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. അതൊരു ഡീറ്റെയിൽ പ്രോസസ്സാണ്. പക്ഷെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏതൊരു ഫാക്കൽറ്റി എന്താ വെച്ചാൽ റിസർച്ച് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന്റെയും ജനറൽ എയിം എന്ന് പറഞ്ഞാൽ ഫാബിൽ ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ചർ ആവുക, സ്വന്തമായിട്ട് ലാബ് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ നെർവസ് ആയി പോകും. ഡയറക്ട്ലി പെട്ടെന്ന് ഓരോ ഫാക്കൽറ്റീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക, അതൊരു നല്ല ട്രെയിനിങ് ആണ് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരുന്നത്. അത് ഏർലി സ്റ്റേജിൽ അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആപ്ലിക്കേഷന്റെ മേജർ ഡിഫറൻസ് ഇതേ ഉള്ളൂ. ഡയറക്ട്ലി PhD എന്ന് പറയുമ്പോൾ നമ്മളൊരു പോർട്ടൽ വഴിയായിരിക്കും അപ്ലൈ ചെയ്യുന്നത്, പർട്ടിക്കുലർലി ഇൻ US അല്ലെങ്കിൽ യൂറോപ്പ്. പക്ഷേ പോസ്റ്റ് ഡോക് ബേസിക്കലി വരുന്നത് ഡയറക്റ്റ് PA ഇൻവോൾവ്മെന്റ് ആണ്. PAയുടെ ഡിസിഷൻ ആണ്. ബിക്കോസ് PAക്ക് ഫണ്ടിങ് ഉണ്ടെങ്കിലായി പോസ്റ്റ് ഡോക്സ് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജസ്മിനായിട്ടിന്റെ ഒരു ജേർണി ആയിരുന്നു. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ തൊട്ട് നമ്മളിപ്പം PhD തിരുവനന്തപുരത്ത് ചെയ്തത് പറഞ്ഞു. പിന്നെ പോസ്റ്റ് ഡോക്കിലേക്ക് ഉള്ള ഹാർവേഡിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതും പറഞ്ഞു. അപ്പൊ ഈ ഹാർവേഡിൽ എത്തുന്ന സമയത്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് എന്താണെന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് മനസ്സിലാവുന്ന ഭാഷയിൽ, പലപ്പോഴും സയൻസ് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട് ആണ്, എന്നാലും വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് എന്താണെന്നുള്ളത്? ഷുവർ. അപ്പോൾ ഇപ്പോൾ ജനറലി ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലാബിന്റെ ബേസിക് തീം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ പബ്ലിക്കിനും ഇപ്പോൾ മനസ്സിലാവുന്ന ടൈമാണ് COVID-19. അതിനൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ വേണ്ട. കൊറോണ വൈറസിന്റെ ബേസിക് ഫാമിലി ഓഫ് വൈറസിലാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. പക്ഷേ COVID-19 അല്ല. അതുപോലെ എൻഡമിക് ആയിട്ടുള്ള വൈറസുകളുണ്ട്. എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയണിൽ മൾട്ടിപ്പിൾ ടൈംസ് ഔട്ട് ബ്രേക്സ് സംഭവിക്കുന്ന ഒരു വൈറസ്, അങ്ങനെയാണ് എൻഡമിക് എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് കാണും. ഇപ്പം ഇൻഫ്ലുവൻസ, ഫ്ലൂ പോലത്തുള്ള ഔട്ട് ബ്രേക്സ് അത് കോമൺ ആണ്. US ഭയങ്കര കോമൺ ആണ്. അതുപോലെ US എൻഡമിക് ആയിട്ടുള്ള ഒരു വൈറസുകളുണ്ട്, കൊറോണ വൈറസുകളാണ്. കോവിഡ് അല്ല, അതുപോലത്തെ വേറെ ഫാമിലിയിലെ വൈറസ്. അപ്പം ഈ COVID-19 ഇപ്പം ആക്ച്വലി ഇങ്ങനെ ഒരു എൻഡമിക് നേച്ചറിലേക്ക് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്നുപോയി മൾട്ടിപ്പിൾ റൗണ്ട്സ്. അപ്പോൾ ഒരു കോമൺ പോപ്പുലേഷനിലുള്ള എല്ലാവർക്കും വരുന്ന പോലെ ഒരു അസുഖമായി മാറി. ഫ്ലൂ പോലെ അല്ലെങ്കിൽ നമ്മൾ ജലദോഷപ്പനി എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള പനി പോലെ ആവാൻ തുടങ്ങി. അപ്പൊ ഈ എൻഡമിക് ആയിട്ടുള്ള വൈറസിനെ കുറിച്ച് പഠിച്ചാലേ ഫ്യൂച്ചറിൽ ഇനിയും പാൻഡമിക്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പം കൊറോണ വൈറസ് ഫാമിലിയിലെ ഒരു ഫ്യൂച്ചർ ഔട്ട് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ എൻഡമിക് വൈറസസ് വെച്ച് ബേസിക് റിസർച്ച് നമ്മൾ പഠിച്ചു വെക്കുക. ഈ വൈറസുകൾ എങ്ങനെ സെല്ലിൽ കയറുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ എങ്ങനെ ഇൻഫെക്ട് ചെയ്യുന്നു, എങ്ങനെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നു, അതോ ഈ വൈറസുകളെ എങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിലെ ആന്റിബോഡീസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണ്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ വൈറസുകൾക്ക് രക്ഷപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ഈ വൈറസുകൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയുമായിട്ട് അഡാപ്റ്റ് ആവുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ബേസിക് റിസർച്ച് ചെയ്യുന്നത് ഈ എൻഡമിക് വൈറസിലാണ്. അവരുടെ പുറത്തുള്ള സർഫസ് പ്രോട്ടീൻസ്, സ്പൈക്ക് എന്ന് പറഞ്ഞ പ്രോട്ടീന്റെ പേരാണ് സ്പൈക്ക്. അപ്പൊ സ്പൈക്ക് എന്ന് പറഞ്ഞ പ്രോട്ടീൻ യൂസ് ചെയ്താണ് നമ്മളെല്ലാവരും COVID-19 വാക്സിനേഷൻ എടുത്തേക്കുന്നത്. ആ പ്രോട്ടീനാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോട്ടീൻ എങ്ങനെ ആന്റിബോഡീസിനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് ആന്റിബോഡീസ് ഉണ്ടാക്കാൻ, ആ ഒരു ബേസിക് കൊറോണ വൈറസ് സർഫസ് ബേസ്ഡ് റിസർച്ച് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ സോ ദാറ്റ് ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. ഇനിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ, പർട്ടിക്കുലർലി കൊറോണ വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ, ബിക്കോസ് മൾട്ടിപ്പിൾ ഔട്ട് ബ്രേക്സ് ഉണ്ടായി ഓൾറെഡി. 2003 മുതൽ കൊറോണ വൈറസ് ഔട്ട് ബ്രേക്സ് ഉണ്ടാവുകയാണ് റിപ്പീറ്റഡ് ആയിട്ട്. അപ്പോൾ ഇനി ഒരെണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടേമിൽ റിസർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വീണ്ടും ടൈം ഡിലേ വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ ടൈം ഡിലേ വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇപ്പം ജസ്മിനേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് ഇനിയൊരു പാൻഡമിക് വരികയാണെന്നുണ്ടെങ്കിൽ, എമേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ഏത് രീതിയിലാണ് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാൻഡമിക്കിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനിയൊരു വൈറസിന്റെ എമർജൻസ്? അതെ, ഞാനിപ്പോ ചെയ്യുന്നത് പർട്ടിക്കുലർലി കൊറോണ വൈറസിലാണ്. അപ്പോൾ അതിൽ കൊറോണ വൈറസ് ഫാമിലിയിലെ ഇതെല്ലാം RNA വൈറസുകളാണ്. RNA എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ ഉള്ള വൈറസുകളാണ്. അപ്പോൾ ഈ വൈറസുകളാണ് കണ്ടിന്യൂസ്ലി എപ്പോഴും വരുന്നത്. ഇതുപോലുള്ള വൈറസുകളുടെ പാൻഡമിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട് ബ്രേക്ക് ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഉണ്ടായാൽ അതിനെക്കുറിച്ചുള്ള ബേസിക് റിസർച്ച് നമ്മൾ ഓൾറെഡി ചെയ്തു വെക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ജനറലി ഓൾറെഡി റിപ്പോർട്ടഡ് ആയിട്ടുള്ള വൈറസിലുള്ള ബേസിക് റിസർച്ച് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുതിയൊരു വൈറസ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഡിലേ ഇല്ലാതെ ആ വൈറസിനെ ക്യാരക്ടറൈസ് ചെയ്യാം. ഓൾവേസ് ക്യാരക്ടറൈസേഷൻ ആണ് ടൈം എടുക്കുന്നത്. ഈ വൈറസ് എങ്ങനെ സെല്ലിൽ കയറുന്നു, അല്ലെങ്കിൽ അകത്ത് കയറിയാൽ എന്ത് സംഭവിക്കും, ഇത് ഓൾറെഡി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബേസിക് റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ വാക്സിൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണല്ലോ പാൻഡമിക്കിന്റെ മേജർ ചലഞ്ച്. എത്രത്തോളം പെട്ടെന്ന് ഒരു വാക്സിൻ ഉണ്ടാക്കാം. വാക്സിൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ കേസിൽ. കാരണം പാൻഡമിക് പോലെ ഇപ്പോൾ COVID-19 എല്ലാവർക്കും അറിയാം. വാക്സിൻ ഉണ്ടായതുകൊണ്ടാണ് കുറെ പാൻഡമിക്കിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയത്. സ്റ്റിൽ നല്ലപോലെ സ്പ്രെഡ് ആയി. അപ്പൊ വാക്സിനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര വേഴ്സ് ആയ കണ്ടീഷൻ. പബ്ലിക് ഹെൽത്തിനെ അഫക്ട് ചെയ്തത്, എക്കണോമിയെ അഫക്ട് ചെയ്തത്, എന്തിനെ അഫക്ട് ചെയ്തതാണ് COVID-19. അപ്പൊ അതുപോലെ ഒരു പാൻഡമിക് ഉണ്ടായാൽ
ബേസിക് കാര്യങ്ങൾ ഓൾറെഡി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഫർദർ ഡീപ്പായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ബേസിക് റിസർച്ച് എപ്പോഴും ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫർദർ നമുക്ക് ഏതൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഈ റിസർച്ച് കൊണ്ട് ഇനി ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്, ഒരു ഔട്ട് ബ്രേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാക്സിൻ ഡെവലപ്മെന്റ് മച്ച് മോർ ഫാസ്റ്റ് ആവും. അതെ, വാക്സിൻ ഡെവലപ്മെന്റ്, പിന്നെ വൈറസ് എങ്ങനെ ഉള്ളിൽ കയറി അസുഖങ്ങൾ ഉണ്ടാക്കുന്നു, ഈ ബേസിക് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് തറവായിട്ട് അവിടെ നിന്ന് നമ്മൾ സീറോന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. ഓൾറെഡി പ്രിപ്പയർഡ്, അറ്റ്ലീസ്റ്റ് ഒരു 50% പ്രിപ്പയർഡ് ആയ 50% കൂടെ കവർ ചെയ്താൽ മതി. ബട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 100% കവർ ചെയ്യണം. ഇപ്പൊ ജസ്മിനേട്ടന്റെ റിസർച്ച് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആവുന്നുണ്ട്. അപ്പം അതിൽ നിന്നുള്ള ചോദ്യമാണ്, വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. വൈറോളജിയിൽ ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ, ഇനി ഒരു പാൻഡമിക്കിനുള്ള ഒരു സാധ്യത, നമ്മളുടെ ഒരു ലൈഫ് ടൈമിൽ ഒരു പാൻഡമിക്കിനുള്ള ഒരു സാധ്യത ഉണ്ടോ? അതായത് കോവിഡ് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാൻഡമിക് ഇതിന്റെ മുന്നേ കഴിഞ്ഞു പോയിട്ട് ഏകദേശം ഒരു 100 വർഷമൊക്കെ ആയി. അപ്പം നമ്മളുടെ ഒരു ലൈഫ് ടൈമിലൊക്കെ ഇനിയൊരു പാൻഡമിക്കിന്റെ സാധ്യത ജസ്വിനേട്ടൻ കാണുന്നുണ്ടോ? അതുപോലെ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു പാൻഡമിക്കിന്റെ സ്വഭാവം? നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അതോ കുറച്ചും കൂടിയൊക്കെ ഒരു രൗദ്രഭാവത്തോട് കൂടിയിട്ടായിരിക്കും വരിക? പാൻഡമിക് പ്രിപ്പയർഡ്നെസ് എന്നുള്ള ഒരു ബേസിക് തീമിലാണ് ഞങ്ങളുടെ ലാബിന്റെ എൻ്റെ ഒരു റിസർച്ച് തീം തന്നെ പോകുന്നത്. കാരണം പുതിയൊരു പാൻഡമിക് ഉണ്ടാവുകയാണെങ്കിൽ ബൈ ചാൻസ് മോസ്റ്റ്ലി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറസുകളുടെ എല്ലാം ജനറ്റിക് മെറ്റീരിയൽ RNA വൈറസുകളാണ് കൂടുതലും എമർജിങ് ആയി വരുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ RNA ആണ് ഡയറക്ട്ലി പ്രോട്ടീൻ ആവുന്നത്. ഒരു വൈറസ് ഒരു സെല്ലിനുള്ളിൽ കയറിയാൽ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിനെ പ്രോട്ടീൻ ആക്കി നമ്മുടെ സെല്ല് കൺവേർട്ട് ചെയ്യും. വൈറസിന് അവരുടെ മെഷീൻ ഇല്ല ചെയ്യാൻ, നമ്മുടെ സെല്ലിന്റെ മെഷീൻ യൂസ് ചെയ്താണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ്ലി RNA പ്രോട്ടീൻ ആകുമ്പോൾ പുതിയ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, വേറൊരു DNA വൈറസ് ആണെങ്കിൽ ആദ്യം RNA കൺവേർട്ട് ആവണം, എന്നിട്ടാണ് പ്രോട്ടീൻ വരേണ്ടത്. ആ ഒരു സ്റ്റെപ്പ്, വൺ മോർ സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുക. കോവിഡ് പോലുള്ള വൈറസ് ഡയറക്റ്റ് RNA വൈറസുകളാണ്. ഇങ്ങനെയുള്ള വൈറസുകളാണ് കൂടുതൽ പാൻഡമിക് ആയിട്ട് എമർജ് ആവുന്നത്. അപ്പൊ അങ്ങനെ എമർജ് ആവുകയാണെങ്കിൽ, ഇങ്ങനെ എമർജ് ആവാതിരിക്കട്ടെ, പക്ഷെ എമർജ് ആവുകയാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ കൊറോണ വൈറസ് ഫാമിലിയിലുള്ള ഒരു എമർജൻസ് ആണ് വരുന്നതെങ്കിൽ ഓൾറെഡി ബേസിക് റിസർച്ച് ചെയ്തിട്ടുണ്ട് കുറെ, എങ്ങനെ പ്രിപ്പയർ ആവാം, എങ്ങനെ ഔട്ട് ബ്രേക്കിനെ കൺട്രോൾ ആവാം. സ്റ്റിൽ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ആദ്യത്തെ ഇൻഡെക്സ് കേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓൾവേസ് ഒരു ചലഞ്ച് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇൻഡെക്സ് കേസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിപ്പ ഔട്ട് ബ്രേക്ക് നടന്നില്ലേ, അല്ലെ ഫസ്റ്റ് ഇൻഡെക്സ് കേസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തു കേരളത്തിലുണ്ടായ റീസെന്റ് ഔട്ട് ബ്രേക്കിൽ. ആ ഒരു ഇൻഡെക്സ് കേസ് മിസ് ആവുകയാണെങ്കിൽ ഫർദർ കോംപ്ലിക്കേഷൻസ് ആവും. പിന്നെ അത് നമ്മുടെ റോഡ് മാപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും, എത്ര പേർക്ക് വന്നു. പക്ഷെ ഒരു ഇൻഡെക്സ് കേസ് അത് ഒബ്വിയസ്ലി കൊറോണ പോലുള്ള ഡിസീസിൽ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം ചെറിയൊരു ജലദോഷം അല്ലെ പനി പോലെ വരുന്നത്. പക്ഷെ ഇത് എറോസോൾ ട്രാൻസ്മിഷൻ ആണ്, ചെറിയ ഡ്രോപ്ലെറ്റ്സ് വഴി ട്രാൻസ്മിറ്റ് ആണ്. അതുകൊണ്ടാണ് അത് ഇത്ര സ്പ്രെഡ് ആയത്. ഇതുപോലുള്ള ഒരു വൈറസ് ആണ് പാൻഡമിക് ആയിട്ട് വരുന്നതെങ്കിൽ വീണ്ടും അതിന് സ്പ്രെഡ് ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഈ കൊറോണ SARS-CoV-2 അതാണ് കൊറോണയുടെ വൈറസ്. അതുപോലത്തെ സെയിം വൈറസ് ചൈനയിൽ 2003 വന്നു. സെയിം SARS-CoV-1 എന്നാണ് അറിയപ്പെടുന്നത്. അതിനും സെയിം പാൻഡമിക് പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെ വെൽ കൺട്രോൾഡ് ആയി അന്നതിനെ നിയന്ത്രിക്കാൻ പറ്റി. ട്രാൻസ്മിഷൻ ഒക്കെ കുറച്ചു, എല്ലാം ചെയ്തു. അത് ചൈനയ്ക്കുള്ളിൽ തന്നെ ഒതുങ്ങിയായിരുന്നു ആക്ച്വലി. പക്ഷെ ഇപ്പം COVID-19 പോലെ ഒരു ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറൽ ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പുതിയതായ ഒരു വൈറൽ ഫാമിലി അങ്ങനെ വരാൻ വളരെ സാധ്യതയുള്ളതാണ്. എക്സിസ്റ്റിംഗ് വൈറൽ ഫാമിലി നിന്നാണ് കൂടുതൽ ഔട്ട് ബ്രേക്ക് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ച് വാക്സിൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിലെ റിസർച്ച്, എങ്ങനെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാം, അതിലുള്ള ബേസിക് റിസർച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആൾക്കാർ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർലി ആഫ്റ്റർ COVID-19 കുറെ ഫെസിലിറ്റീസ്, പർട്ടിക്കുലർലി ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര BSL എന്ന് പറഞ്ഞാൽ ബയോസേഫ്റ്റി ലെവൽസ്, ഈ വൈറസുകളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയുടെ പേരാണ് ബയോസേഫ്റ്റി ലെവൽസ്. അത് ഈ കൊറോണ പോലുള്ള വൈറസിന് ഏറ്റവും ഹൈ കണ്ടെയ്ൻമെന്റ് വേണം. ബിക്കോസ് മനുഷ്യനെ ഇൻഫെക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതാണ് ഈ വൈറസുകൾ. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കോവിഡിന് മുമ്പ് വരെ വളരെ കുറവാണ് ഇന്ത്യയിൽ. ഇവ വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്ര നമ്പറേ ഉള്ളായിരുന്നു നമുക്ക്. അതൊരു റിസർച്ച് ലിമിറ്റേഷൻ ആണ് ആക്ച്വലി. പക്ഷെ കോവിഡിന് ശേഷം കുറെ ഫെസിലിറ്റീസ് ഇന്ത്യൻ ഗവൺമെന്റ് കുറെ ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്തു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഒരു ഔട്ട് ബ്രേക്ക് ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു ഫോറിൻ ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ഹെൽപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് തന്നെ അതിൽ ഇനീഷ്യേറ്റ് ചെയ്യാം. ഇനീഷ്യൽ വർക്ക്, വാക്സിൻ ഡെവലപ്മെന്റ്, എന്തും ചെയ്യാൻ ഒരു പൊട്ടൻഷ്യലിൽ ഓൾറെഡി വേൾഡ് ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ എക്യുപ്ഡ് ആണ്. അപ്പോൾ ഇനിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ, പാൻഡമിക് ഉണ്ടാവുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതിനെ ടാർഗറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ബട്ട് ഇൻ കേസ് ദ വൈറസിന് ഭയങ്കര വ്യതിയാനം സംഭവിച്ചു, ജനറ്റിക് മെറ്റീരിയൽ പഴയ വൈറസ് പോലെയല്ല, അല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണെങ്കിൽ വീണ്ടും ചെറിയൊരു ബേസിക് റിസർച്ച് ആവശ്യമാണ്. വൈറസ് എങ്ങനെ അകത്ത് പോകുന്നു, വാക്സിൻ ഉണ്ടാക്കാനുള്ള ടൈം ലൈൻ. ബട്ട് സ്റ്റിൽ COVID-19 ഔട്ട് ബ്രേക്ക് ബേസ് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ടും ക്ലിയർ ആണ് ഒരു ടൈം ലൈൻ പ്രോസസ്. വിത്തിൻ 1 to 1.5 years വാക്സിൻ ഡെവലപ്പ് ചെയ്തു. ഒരു ഭയങ്കര ടൈം ലൈൻ ആണ് കോവിഡ് കേസിൽ. എനിക്ക് തോന്നുന്നില്ല ഒരു വൈറസിനും അല്ലെങ്കിൽ ഒരു ഡിസീസിനും ഇത്രയും സ്പീഡിൽ ഒരു വാക്സിൻ ഡെവലപ്മെന്റ് നടന്നിട്ടില്ല. അപ്പോൾ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻഡമിക് ഔട്ട് ബ്രേക്ക് ഇനി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ്.
അതിന്റെ അർത്ഥം ഉടനെ തന്നെ വൈറസ് ഉണ്ടായി ഒന്നാമത്തെ പേഷ്യന്റിൽ അല്ലെ ഒരു ഇൻഡെക്സ് കേസിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാമെന്നല്ല. മാക്സിമം ഇപ്പം 1,00,000 പേർക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു 50,000 കട്ട് ചെയ്യാൻ പറ്റും. അത് വലിയൊരു, അതായത് നമ്മൾ ആദ്യമായിട്ട് COVID-19 ഫേസ് ചെയ്ത പോലെ ആയിരിക്കില്ല ഇനിയൊരു ഔട്ട് ബ്രേക്ക്. ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. പലപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷന്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറോണ പോലെയുള്ള ലീതാലിറ്റി കുറഞ്ഞ വൈറസുകളാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഔട്ട് ബ്രേക്ക് ആവുന്നേ കാണാൻ പറ്റും. അതായത് ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ചെയ്യും, പക്ഷെ ഡാമേജ് വരുത്തുന്നേ കുറവായിരിക്കും. പക്ഷെ നിപ്പ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 40% അധികം വരുന്നുണ്ട്, 40-75%. അപ്പം ഈ ഒരു ട്രെൻഡ് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കോ, അതോ എപ്പോഴെങ്കിലും ഒരു വൈറസ് എമേർജ് ചെയ്യോ ഇൻ സച്ച് എ വേ ദാറ്റ് ഇതുപോലെയൊക്കെ ലീതാലിറ്റി ഭയങ്കര കൂടുതലും ഇതേപോലെ ഈസി ടു ട്രാൻസ്മിറ്റ് ആയിട്ടുള്ള ഒരു വൈറസിന്റെ ഒക്കെ വേരിയന്റ് വരാനുള്ള സാധ്യത ഉണ്ടോ, അതോ ഇത് തന്നെയായിരിക്കോ ട്രെൻഡ് എന്ന് പറയുന്നത്? ആക്ച്വലി ഈവൻ COVID-19 നോക്കുവാണെങ്കിൽ ഇനീഷ്യലി ഉണ്ടായ ഒരു വേരിയന്റ് അല്ല, ആദ്യമായി ചൈനയിൽ നിന്നുണ്ടായ വേരിയന്റ് അല്ല, പിന്നെ സർക്കുലേറ്റ് ചെയ്ത മൾട്ടിപ്പിൾ വേരിയൻസ് വന്നു. അത് ഈ വേരിയൻസ് ഉണ്ടാകുന്നത് തന്നെ ഒരു മനുഷ്യ ശരീരത്തെ ഇൻഫെക്ട് ചെയ്ത് കഴിയുമ്പോൾ വൈറസിന്റെ പ്രോട്ടീൻസ് സിന്തസൈസ് ആവും. അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ കാരണമാണ് ഈ വേരിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹ്യൂമൻ ഹോസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ശരീരത്തിൽ വെൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയൻസ് സർവൈവ് ചെയ്യും. എല്ലാ വേരിയൻസും സർവൈവ് ചെയ്യണമെന്നില്ല. ചില വേരിയൻസ് ആക്ച്വലി ഇമ്മ്യൂൺ സിസ്റ്റം ബ്ലോക്ക് ചെയ്ത് കളയും. സർവൈവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇൻഫെക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കിട്ടുന്ന വേരിയൻസ് കൂടുതൽ ഔട്ട് ബ്രേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ഔട്ട് ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല, കൂടുതൽ ട്രാൻസ്മിഷൻ പൊട്ടൻഷ്യൽ കിട്ടാം. അതുപോലെ ഇപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പാൻഡമിക് ഉണ്ടാകുക, നിപ്പ പോലുള്ള കേസിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡ് ആൻഡ് ഹോസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. എറോസോൾ ട്രാൻസ്മിഷൻ അല്ല, ഡയറക്റ്റ് റിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്മിഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ ട്രാൻസ്മിഷൻ റേറ്റ് വളരെ കുറവ്. ഇപ്പൊ ഒരു കേസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ചെറിയൊരു റൂട്ട് മാപ്പിൽ ആക്ച്വലി ട്രാക്ക് ചെയ്യാൻ പറ്റും എത്ര പേർക്ക് പോയി. പക്ഷെ സെയിം കേസിൽ ഇപ്പോൾ ഒരു കോവിഡ് ഔട്ട് ബ്രേക്ക് ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് പീപ്പിൾ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഡിഫറെന്റ് ആണ്. അപ്പം മേജർലി ഒരു പാൻഡമിക് അല്ലെങ്കിൽ ഒരു ഡിസീസ് സ്പ്രെഡ് ആവുകയാണെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇതുപോലെ നിപ്പ പോലെ ഔട്ട് ബ്രേക്ക് ആണെങ്കിൽ ഒരു വിത്തിൻ ഒരു സ്മോൾ റീജിയൻ അത് കണ്ടെയ്ൻഡ് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഞാൻ ചോദിച്ചാൽ അതുപോലെ തന്നെ ആയിരിക്കും ഒരു ട്രെൻഡ്. അതായത് ഒരു നിപ്പ പോലെ അത്രയും ലീഥലായിട്ടുള്ള ഒരു വൈറസ് എയറോസോളിലൂടെയൊക്കെ സ്പ്രെഡ് ആവുന്ന, കോവിഡ് പോലെ സ്പ്രെഡ് ആവുന്നതും നിപ്പ പോലെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു വൈറസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ? എക്സിസ്റ്റിംഗ് ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എറോസോൾ ട്രാൻസ്മിഷൻ ബേസ്ഡ് ഈവൻ ഇതിലും മാരകമായ വൈറസുകളുണ്ട് കോവിഡ് പോലെ, എബോള, നിപ്പ, അങ്ങനെ കുറെ ക്ലാസ് ഓഫ് വൈറസുകളുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരു ഡെഡ് ആൻഡ് ഹോസ്റ്റ് ആണ്. ഇൻഫെക്ട് ആയി കഴിഞ്ഞാൽ ഇപ്പം ലിതാലിറ്റി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ COVID-19 പോലെ ഇൻഫെക്ഷൻ വന്നു, അത് ഹൈലി ലീത്തൽ ആണെങ്കിൽ ഞാനും കൊണ്ട് അത് ഡെഡ് ആൻഡ് ഹോസ്റ്റ് ആണ്. അതിൽ ട്രാൻസ്മിഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരാൾ കൂടെ പോകും. നിപ്പയുടെ കേസ് സംഭവിക്കുന്നത് അതാണ്, ഒരാൾക്ക് വന്നാൽ വേറെ ഒരാൾ കൂടെ പോകുമ്പോൾ അവിടെ ഡെഡ് ആൻഡ് ഹോസ്റ്റ് ആവുകയാണ്. SARS-CoV-2 അല്ലെ COVID-19 കേസിൽ ഇൻഫെക്ട് ആകും ഹ്യൂമൻ ബീങ്സ്, പക്ഷേ ലിതാലിറ്റി ഇല്ലാത്തതുകൊണ്ട് മൾട്ടിപ്പിൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിസീസ് ഒത്തിരി സ്പ്രെഡ് ആകുന്നത്. അപ്പം ഈ ഒരു ട്രെൻഡിൽ തന്നെയാണ് ഇനി ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഔട്ട് ബ്രേക്ക് വരാനുള്ള സാധ്യത. അപ്പൊ ഈ നിപ്പ പോലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കേരളത്തില് മലപ്പുറത്ത് ഒരു ഔട്ട് ബ്രേക്ക് നടന്നു നിപ്പ പോലെ. ഈ നിപ്പ പോലെയുള്ള വൈറസുകൾ എന്താണ് വീണ്ടും വീണ്ടും റീ എമേർജിങ് ആയിട്ടുള്ള ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്? കൂടുതൽ നിപ്പ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഈ RNA വൈറസ്, എമർജിങ് RNA വൈറസുകൾ ഒരു സൂനോട്ടിക് റിസർവർ ഉണ്ട്. സൂനോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. നിപ്പയുടെ കേസിലാണെന്ന് എല്ലാവർക്കും അറിയാം, വവ്വാലുകൾ ഒരു റിസർവർ എന്ന് പറഞ്ഞാൽ വവ്വാലുകളിൽ ഓൾറെഡി ഈ വൈറസുകളുണ്ട്. പക്ഷെ വവ്വാലുകൾക്കൊന്നും സംഭവിക്കില്ല, അവർ ഇമ്മ്യൂൺ സിസ്റ്റം വെൽ അഡാപ്റ്റഡ് ആണ്. കുറെ റിസർച്ച് ഗ്രൂപ്പ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് വവ്വാലുകൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ ഇത്രയും മാരകമായ ഒരു വൈറസ് ആണെങ്കിൽ ഇവൻ റിസർവർ ആയ വവ്വാലിന് എന്തെങ്കിലും സംഭവിക്കേണ്ടതാണ്. പക്ഷെ അവർ ഇമ്മ്യൂൺ സിസ്റ്റം വെൽ അഡാപ്റ്റഡ് ആണ്. കുറെ ഫാക്ടേഴ്സ് ഉണ്ട് എന്തുകൊണ്ട് അവർക്കൊരു അസുഖങ്ങൾ വരുന്നില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ഇങ്ങനത്തെ ഡിസീസസ് വരുന്നത് ആക്ച്വലി ഒരു റിസർവോയർ വഴിയാണ്. അപ്പൊ മനുഷ്യൻ എത്രത്തോളം അവരുമായിട്ടുള്ള കോൺടാക്ട്, അല്ലെങ്കിൽ ഫോറസ്റ്റ് അങ്ങനെയുള്ള എൻവയോൺമെന്റിൽ, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് കൂടുതലുള്ള എൻവയോൺമെന്റിലേക്ക് ഒരു പെനിട്രേഷൻ, അല്ലെങ്കിൽ കൂടുതൽ ലൈഫ് സ്റ്റോക്കിനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, അങ്ങനത്തെ കേസുകളൊക്കെ പ്രോപ്പർലി കുക്ക് ചെയ്യാതെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ കൂടുതൽ എമർജിങ് ഡിസീസസ് സ്പ്രെഡ് ആകുന്നത്. മിക്കവാറും ചൈന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. ഈവൻ COVID-19 ഔട്ട് ബ്രേക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും സ്റ്റിൽ അൺആൻസേർഡ് ആണ്. ഒരു മാർക്കറ്റിൽ നിന്ന് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നത്, ഇവൻ കുറെ ക്വസ്റ്റ്യൻസ് അൺആൻസേർഡ് ആണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം നടക്കുന്നത് ഇങ്ങനെ ഒരു ആനിമൽ റിസർവോയർ ബേസ്ഡ് ആണ് ഈ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആകുന്നത്. അപ്പം നിപ്പ പോലുള്ള വൈറസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ RNA വൈറസുകളാണ് മോസ്റ്റ് ഓഫ് ദ സ്പ്രെഡിങ് വൈറസ്. നേരത്തെ പറഞ്ഞിരുന്നു, RNA വൈറസുകൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ്. സെല്ലിൽ കയറിയാൽ അവർക്കൊന്നും പിന്നെ വേറെ വേണ്ട, സെല്ലിൽ കയറുക, ഹോസ്റ്റ് മെഷീനറി യൂസ് ചെയ്ത് പ്രോട്ടീൻസ് ഉണ്ടാക്കുക, പുതിയ വേരിയോൺസ് ഉടനെ ബഡ് ഔട്ട് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഡെങ്കു പോലത്തെ വൈറസുകൾ കോമൺ ആണ്. ഇപ്പം മഴ സീസൺ ഒക്കെ ആയപ്പോൾ ഒബിയസ്ലി കോമൺ. ഇതെല്ലാം ഫ്ലാബി വൈറസ് എന്ന് പറഞ്ഞ ഫാമിലിയിലാണ്. ഡെങ്കു, സീക്ക, ജാപ്പനീസ് എൻസെഫാലിറ്റിസ്, ഇങ്ങനെ കുറെ വൈറസുകളുണ്ട്. ഇവയൊക്കെ തന്നെ ഈ ഒരു
ട്രെൻഡാണ് സെയിം, ലൈക്ക് RNA ജീനോം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീനോം വെച്ചുള്ള ട്രെൻഡാണ്. ഈ ടൈപ്പ് വൈറസുകൾക്കാണ് കൂടുതൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാൻഡമിക് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത്. ഇപ്പൊ ജസ്മിനായിട്ട് നമ്മളുടെ സംഭാഷണത്തിൽ പറഞ്ഞു കൊറോണയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റിയത് കോവിഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ കൊണ്ടാണ്. അത് നമ്മൾ പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് വാക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മനോഭാവമുള്ള ആൾക്കാരുണ്ട്. അവര് വിശ്വസിക്കുന്ന ഇതെല്ലാം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യശരീരത്തിൽ പരീക്ഷണം നടത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. നമ്മളുടെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയ്ക്കും, കുട്ടികളില്ലാതെയാക്കും, നമ്മളെ ഗിനിപ്പന്നികളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളോട് എന്താണ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ആൻഡ് ഇതുപോലെ ചിന്താഗതിയുള്ള ആളുകളെ അവര് കാരണം എന്ത് പ്രശ്നമാണ് സമൂഹത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് ജസ്മിനായിട്ടിന് തോന്നുന്നത്? വാക്സിനേഷൻ എന്ന ഒരു ടെക്നിക്കാണ് ബേസിക്കലി കൊറോണ വൈറസ് എന്ന് പറയണ്ട. ഇപ്പോൾ പ്രീവിയസ് സെഞ്ചുറീസിലെ വസൂരി പോലുള്ള സ്മോൾ പോക്സ് ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ സ്മോൾ പോക്സ് കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടി സഹായിച്ചത് വാക്സിനേഷൻ ആണ്. ഒരു ഭയങ്കര ക്രിട്ടിക്കൽ എക്സ്പെരിമെന്റ് ആയിരുന്നു എഡ്വേർഡ് ജെന്നർ ചെയ്തത്. അതുപോലെ തന്നെ പോളിയോ, എല്ലാവർക്കും നമ്മൾ പോളിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വാക്സിനേഷനും കൊണ്ടൊരു എഫക്റ്റ് ഇല്ല, അല്ലെങ്കിൽ വാക്സിനേഷൻ ഏതെങ്കിലും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അല്ലെ ആരുടെയും ഒരു ലൈക്ക് ടാർഗറ്റ് പോലെ പബ്ലിക്കിലേക്ക് വിടുന്ന ഒരു സാധനമാണെങ്കിൽ ഒബ്വിയസ്ലി ഡിസീസസ് ഉണ്ടായ സമയത്ത് ഈ വാക്സിൻ എടുക്കാത്തവർ കാണും. അവർക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് ഒബ്വിയസ്ലി ഉണ്ട്. സൈഡ് എഫക്ട്സ് എന്ന് പറയാൻ പറ്റില്ല, അഡ്വേഴ്സ് എഫക്ട്സ്. പോളിയോ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ സ്മോൾ പോക്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. സെയിം കേസാണ് കൊറോണ ടൈമിൽ. പാൻഡമിക് ആയത് വളരെ പെട്ടെന്നാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഹയർ ട്രാൻസ്മിഷൻ റേറ്റ് ആയിരുന്നു COVID-19. അപ്പോൾ ആ പാൻഡമിക്കിനെ പ്രിവെന്റ് ചെയ്യാൻ ഈവൻ മോർ ഡെത്ത് റേറ്റ് ഒക്കെ വളരെ ഹൈ ആയി കൂടാൻ തുടങ്ങി ഓൾഡ് ഏജ് ആൾക്കാരിൽ കൊറോണ ടൈമിൽ. അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏക പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു വാക്സിൻ ഡെവലപ്മെന്റ് ആയിരുന്നു ഇമീഡിയറ്റ്ലി. അപ്പം വാക്സിൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരാളുടെ ഒരു പ്രോഫിറ്റ് ബേസ്ഡ് ഒരു കാര്യമല്ല. ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുക, അപ്പൊ അതിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുക, ഇമീഡിയറ്റ്ലി എങ്ങനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളൊരു അതിനുവേണ്ടിയുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു വാക്സിൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലോട്ട് ഓഫ് ഡ്രഗ്സും കിട്ടും. പക്ഷെ ഡ്രഗ്സ് ഒക്കെ എത്രത്തോളം വർക്ക് ചെയ്യുന്നു ആ ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കില്ല സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഫൈറ്റ് ചെയ്യുമ്പോൾ, സ്വന്തം ബോഡി തന്നെ ഫൈറ്റ് ചെയ്യുമ്പോൾ. അതിനാണ് വാക്സിനേഷൻ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു വൈറസിന്റെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. ആ പ്രോട്ടീൻ കാരണം ബോഡിക്ക് അറിയില്ല അത് വൈറസ് ആണോ അതോ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത പ്രോട്ടീൻ ആണോ. ആ ഒരു തെറ്റിദ്ധാരണ എന്ന് വേണേൽ പറയാം. അത് കാരണം ആ പ്രോട്ടീൻ പറയുന്നത് ആന്റിജൻ. ആ ആന്റിജൻ യൂസ് ചെയ്ത് ബോഡി കുറെ ആന്റിബോഡീസ് ഉണ്ടാക്കുന്നു. അത് നമ്മുടെ വൈറസ് നേരിട്ട് വരുമ്പോൾ വൈറസിനെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വൈറസിനെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ തോട്ട്സ് ഉള്ളവരോട് ആക്ച്വലി എനിക്കും അറിയാം കുറെ പേര് വാക്സിനേഷൻ ഇതുവരെ എടുക്കാത്തവരുണ്ട്, മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് കോവിഡ് വന്നവരുമുണ്ട്. ബട്ട് സ്റ്റിൽ അവർ പറയുന്നത് ഇതെന്തോ ഒരു ഫാർമസ്യൂട്ടിക്കൽ മാഫിയ അല്ലെങ്കിൽ അങ്ങനെ പല ടേംസ് കേൾക്കാറുണ്ട്. പക്ഷെ അവരോട് പറയേണ്ട കാര്യം ഇതാണ്, വാക്സിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. കുട്ടികൾ മുതൽ വളരെ വലിയ ആൾക്കാർ വരെ നമ്മൾ പല ടൈപ്പ് ഓഫ് വാക്സിൻസ് എടുക്കുന്നതാണ്. അപ്പൊ ഇതൊരിക്കലും ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു ഏജൻസി ഒരു ഗ്രൂപ്പിന്റെയോ ഒരു പർട്ടിക്കുലർ പ്രോഫിറ്റ് ഓറിയന്റഡ് സംഭവമല്ല. ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവില്ല. ഇതുപോലെയുള്ള ആളുകളുടെയൊക്കെ പ്രധാന ആശങ്ക എന്ന് പറയുന്നത് ഇത് എത്രത്തോളം സേഫ് ആണ് ഈ വാക്സിൻസ് എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം സേഫ് ആണ് നമ്മൾ സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്ന വാക്സിൻസ്? ഓരോ വാക്സിനും മനുഷ്യനിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ക്ലിനിക്കൽ ട്രയൽ എന്നാണ് ഇതിന് പറയുന്നത്. പർട്ടിക്കുലർ ഓരോ സ്റ്റേജുകളുണ്ട്, phase 1, phase 2, phase 3. ആദ്യം ചെറിയ ആനിമൽ മോഡൽസിലായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, മൈസ് അല്ലെങ്കിൽ ഗിനി പിഗ്സ് പോലും. പിന്നെ അത് പയ്യെ ഹ്യൂമൻ ബീങ്സിലേക്ക് പോകും. ഹ്യൂമൻ ബീങ്സ് തന്നെ മൾട്ടിപ്പിൾ ഏജ് ഗ്രൂപ്പ്സ്, മൾട്ടിപ്പിൾ റേസ്, സെക്സ്, മൾട്ടിപ്പിൾ ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ടെസ്റ്റിംഗ് ചെയ്ത് ഇനീഷ്യൽ വോളണ്ടിയേഴ്സിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവരിൽ എന്ത് എഫക്റ്റ് ആണ് ഈ വാക്സിൻ ഉണ്ടാക്കുന്നത്, സൈഡ് എഫക്ട്സ് ഉണ്ടോ അതോ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടോ, പർട്ടിക്കുലർലി ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടോ, പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടോ. ഇമ്മ്യൂൺ റെസ്പോൺസ് ഇല്ലാത്ത ഒരു വാക്സിൻ ആരും സ്വീകരിക്കാൻ പോകുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ലോട്ട് ഓഫ് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു എഫേർട്ടാണ്. ഇതൊരു ചെറിയ എഫേർട്ട് അല്ല. ഇന്ന് രാവിലെ വൈറസ് വന്നു രാത്രി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല വാക്സിൻ. ബേസിക് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഓൾറെഡി ബേസിക് സയൻസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വാക്സിൻ ഡെവലപ്മെന്റ് ഒക്കെ ഭയങ്കര സ്പീഡപ്പ് ആവും. അപ്പോൾ ഒബ്വിയസ്ലി ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് സംഭവിക്കുകയാണെങ്കിൽ വാക്സിൻസ് ആണ് ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ്. വാക്സിൻസ് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട്, അതും COVID-19 ആണ് എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയിൽ ഇത്രയും സ്പീഡിൽ വാക്സിൻ ഉണ്ടാക്കിയ ഒരു വൈറൽ ഡിസീസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് ഒക്കെ നല്ലപോലെ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പർട്ടിക്കുലർലി ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ചെയ്ത ആൾക്കാർ, പർട്ടിക്കുലർ ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്യുന്ന ആൾക്കാർ, HIV AIDS ഉള്ള ആൾക്കാർ, അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം പർട്ടിക്കുലർലി ലോ ആണ്. അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ഒത്തിരി ആവാത്തവരിൽ ചെയ്യാൻ വാക്സിൻസ് ഒബ്വിയസ്ലി ഇമ്പോർട്ടന്റ് ആണ് എന്തൊരു കേസിലും. ഞാൻ ഒരിക്കലും ഈ ഒരു ഐഡിയയോട് യോജിക്കുന്നില്ല. ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഒരു
ഡ്രാമയാണെന്ന് വേണേൽ പറയാം. അങ്ങനെ ഞാൻ യോജിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇതുവരെ വാക്സിൻ എടുക്കാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെ വാക്സിൻ എടുക്കാത്ത ആളുകൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് ചലഞ്ചായി മാറുന്നത്? അതായത് ഇപ്പൊ നമ്മളെ കൊറോണയുടെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊറോണ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറസിന്റെ അറ്റാക്ക് കുറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഇമ്മ്യൂൺ ആവേണ്ടതുണ്ട്, അതായത് ഹേർഡ് ഇമ്മ്യൂണിറ്റി കൈവരിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു കൂട്ടം ആളുകൾ വാക്സിൻ എടുക്കാൻ തയ്യാറാവാതെ വരുമ്പം അവര് പലപ്പോഴും സമൂഹത്തിൽ പ്രശ്നമാവാറുണ്ടോ? പ്രശ്നത്തിന്റെ ഉപരി അവര് ചിലപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വേൾഡാണ്. അവർ ചിലപ്പോൾ പബ്ലിക് പോസ്റ്റുകൾ ചെയ്യും, ഞാൻ വാക്സിൻ എടുത്തില്ല എന്നിട്ട് എനിക്ക് കോവിഡ് വന്നില്ല, അങ്ങനെ മൾട്ടിപ്പിൾ ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസ് ചെയ്യാൻ പറ്റും അവർക്ക് അവരെയും കൊണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഭയങ്കര പവർഫുൾ ആണ്. ഇപ്പോൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഇടുന്ന ഒരു കാര്യം ജസ്റ്റ് ശരിയാവാൻ തെറ്റാവാം, പക്ഷെ 2 പേരിൽ ഷെയർ ആയത് 3 പേര്, അങ്ങനെ മൾട്ടിപ്പിൾ ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ ഇവൻ തെറ്റാണെങ്കിൽ പൊതുവെ ശരിയാണെന്ന് പബ്ലിക്ക് വിചാരിക്കും. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ് സോഷ്യൽ മീഡിയ ഔട്ട്. അപ്പോൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് വൈറസ് ഇൻഫെക്ഷൻ സംഭവിക്കുക, എന്നിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണം വൈറസിനെ വരും. പക്ഷെ അതിനേക്കാളും ഫാസ്റ്റർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് വാക്സിനേഷൻ. വാക്സിനേഷൻ ആക്ച്വലി ഇൻഡ്യൂസ് ചെയ്യണം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ വഴി മൾട്ടിപ്പിൾ ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഒബ്വിയസ്ലി ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്ച്വലി വാക്സിനേഷൻ എടുക്കില്ല എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ടും ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി പബ്ലിക് സേഫ്റ്റിക്ക് അല്ലെ പബ്ലിക് ഹെൽത്തിന് തന്നെ അത് ത്രെറ്റ് ആണ്. ആക്ച്വലി കുറച്ച് ആൾക്കാർ കാരണം നമ്മൾ അങ്ങനെ ഒരു വലിയൊരു പബ്ലിക് പ്രോബ്ലം ഉണ്ടാക്കേണ്ട വലിയൊരു എഫിഷ്യൻസി തന്നെ നഷ്ടപ്പെടും. കാരണം ഇത് ചെറിയൊരു എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ സയന്റിസ്റ്റുമാര് രാവും പകലും ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് വാക്സിൻ ഉണ്ടാകുന്നത്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. പർട്ടിക്കുലർലി ഇപ്പൊ COVID-19 ഔട്ട് ബ്രേക്ക് വന്നു, എല്ലാവരും ലോക്ക്ഡൌണിലേക്ക് പോയി. സയന്റിസ്റ്റുമാർക്കും വീട്ടിൽ പോയി ലോക്ക്ഡൌൺ ചെയ്ത് എൻജോയ് ചെയ്യാം. അവർ ലാവും പകലും വീടും വിട്ടായിരിക്കും പോയി ഇതുപോലുള്ള റിസർച്ച് ചെയ്ത് മാൻകൈൻഡിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അവരിടുന്ന എഫേർട്ട്, ഇടുന്ന കാര്യങ്ങൾ ഒരു കമ്പനിയുടെ ഫേവറിന് വേണ്ടി ചെയ്യുന്നതല്ല. ബാക്കിയുള്ള മാൻകൈൻഡിനെ എങ്ങനെയും, അതാണുള്ള ബേസിക് റിസർച്ചിന്റെ ഒരു തീം, എങ്ങനെയും എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു പൊതു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതായിരിക്കും ഏതൊരു നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കുക. അത് തന്നെ. ജസ്വിനേട്ടൻ്റെ ഈ ഒരു കോൺവെർസേഷൻ കേട്ട് ഒരുപാട് ഐസർ ആസ്പിറൻസ് മേ ബി ഫാസിനേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വാക്സിൻ ഡെവലപ്മെന്റ് അതൊരു ഹ്യൂമാനിറ്റീന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയൊക്കെ ഫാസിനേറ്റഡ് ആയിട്ടിരിക്കുന്ന ഐസർ ആസ്പിറൻസിനോട് അല്ലെ ഐസറിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടികളോടോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പാരന്റ്സിനോടോ ഇതിലൂടെയൊക്കെ നടന്നു വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് റിസർച്ചിലേക്ക് വരുന്നത് വളരെ കുറവാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ലോട്ട് ഓഫ് അതർ പ്രൊഫഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു പാൻഡമിക് പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ പാൻഡമിക് പോലുള്ള ഡിസീസ് ഉണ്ടാകുമ്പോഴാണ് ആക്ച്വലി നമ്മൾ തന്നെ ആലോചിക്കുന്നത്, അയ്യോ ഞാനും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ കോവിഡ് ഉണ്ടായപ്പോൾ മൾട്ടിപ്പിൾ ആൾക്കാർ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. MBA ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവർ BSc ബയോകെമിസ്ട്രി കഴിഞ്ഞ ആൾക്കാരാണ്, പക്ഷെ MBAയിലേക്ക് ഒരു ഷിഫ്റ്റ് നടത്തി. നല്ലതെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അവർ പറഞ്ഞു ബയോകെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് കാരണം അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു എഫേർട്ട് അവർക്കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം എല്ലാവരും സ്ട്രഗിൾ ചെയ്യുകയാണ്. ചെറിയൊരു എഫേർട്ട് മതി, എല്ലാവർക്കും വാക്സിൻ ഉണ്ടാക്കണമെന്നല്ല പറയുന്നത്, ചെറിയൊരു എഫേർട്ട് മതിയായിരിക്കും. ചെറിയൊരു ക്യാമ്പയിൻ നടത്തിയാൽ പോലും വലിയ കാര്യമാണ്. എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ്, അങ്ങനെ മാസ്ക്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള ഐസർ ആസ്പിറൻസ്, ഐസർ ആക്ച്വലി നല്ലൊരു ക്യാമ്പസ് ആണ്. ഇങ്ങനെ എല്ലാ റിസർച്ച് ഇനീഷ്യേഷൻ, ഞാൻ ബയോളജി മാത്രം ഫേവർ ചെയ്ത് പറയല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈവൻ ഡേറ്റാ സയൻസും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ റിസർച്ചും ആക്ച്വലി ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് മാത്രം റിസർച്ച് ചെയ്താൽ ഒന്നും വിജയിക്കാൻ പറ്റില്ല. കോവിഡ് ടൈമിൽ തന്നെയാണെങ്കിൽ ഡാറ്റ അനാലിറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. എത്രത്തോളം വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് ബയോളജിസ്റ്റ് ആയിരിക്കില്ല ചെയ്തത്, ഒരു ഫിസിക്സ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യൻ ആയിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഡെവലപ്പ് ഈ കൊറോണയില് നമ്മളെ എല്ലാ ദിവസവും വൈകുന്നേരം പറയുന്ന കണക്കുകള് അത് നമ്മളുടെ ഐസർ തിരുവനന്തപുരത്തിൽ തന്നെ ഡോക്ടർ ആൽവിൻ പൗലോസിന്റെ ടീമാണ് ചെയ്തിട്ടുള്ളത്. ഡാറ്റാ സയൻസ്. അതാ ഞാൻ പറഞ്ഞു, ഓരോ റിസർച്ചിനും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോളജി റിസർച്ച് മാത്രമല്ല. അപ്പൊ ഐസർ പോലത്തെ ക്യാമ്പസിൽ എല്ലാത്തിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം ബയോളജി റിസർച്ച് ചെയ്യുകയാണ്, പെട്ടെന്ന് ഞാൻ ആലോചിക്കുകയാണ് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇപ്പൊ വൈറസ് സാമ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്, ഫിസിക്കൽ ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ടെക്നിക്ക് എനിക്ക് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഐസർ പോലൊരു ക്യാമ്പസിൽ. ഒരു സിംഗിൾ കോളേജ് ആയിട്ടല്ലല്ലോ വർക്ക് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാവരും എക്സ്പീരിയൻസ് ഫാക്കൽറ്റിയാണ്, എല്ലാവരും പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി പോസ്റ്റ് ഡോക്ക് അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നവരാണ്. അപ്പൊ ആ ഒരു എക്സ്പെർട്ടൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം കാര്യങ്ങൾ അറിയാത്ത ഒരാളോട് പോയി ഡിസ്കസ് ചെയ്താൽ നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവത്തേ ഉള്ളൂ. അപ്പൊ ഐസർ ട്രിവാൻഡ്രം പർട്ടിക്കുലർലി ഈ ഒരു കൺസേണിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഫാക്കൽറ്റി പ്രൊഫൈലാണ്. ഈ ഒരു ആസ്പെക്റ്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഫാക്കൽറ്റി പ്രൊഫൈൽസ് എല്ലാം ഈവൻ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലൊരു പ്രൊഫൈലാണ് ഈ ഫാക്കൽറ്റീസ് എന്നുള്ളത്. ഐസറിലേക്ക് ഏതൊരു വിദ്യാർത്ഥിയും ഇങ്ങനെ ആപ്ലിക്കേഷന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ 100% എസ്സേ പറയുള്ളൂ. കാരണം ഞാൻ അവിടെ 5 വർഷം PhD ചെയ്തതാണ്. അതുകൊണ്ട് എനിക്കറിയാം എത്രത്തോളം ഐസർ ക്യാമ്പസ് നല്ലതാണ്. ഈവൻ PhD സ്റ്റുഡൻസിന് പോലും കോഴ്സ് വർക്ക് എടുക്കാനുള്ള പൊട്ടൻഷ്യൽ. ഇൻ കേസ് നമ്മളിപ്പോൾ MSc BSc ഒക്കെ കഴിഞ്ഞു,
ഒന്ന് സബ്ജക്റ്റിന്റെ ടച്ച് വിട്ടുപോയി, ബൈ ചാൻസ് നമുക്കൊന്ന് തിരിച്ചൊന്ന് ബ്രഷപ്പ് ചെയ്യണം, ഒബ്വിയസ്ലി ടച്ച് വിട്ടു പോകാമല്ലോ സബ്ജക്റ്റിന്റെ. അപ്പോൾ ജസ്റ്റ് കോഴ്സ് എടുക്കുക, ഡിഗ്രി BSMS ഡിഗ്രി സ്റ്റുഡൻസിന്റെ കൂടെ ഒരു കോഴ്സ് എടുക്കുക, കോഴ്സ് ചെയ്യുക, ഓഡിറ്റ് ചെയ്യാം, എക്സാം എഴുതണം നിർബന്ധമില്ല. നമുക്ക് ആ തിയറി എന്തെങ്കിലും മിസ്സായാൽ തന്നെ അത് പിന്നെ എക്സ്പെരിമെന്റിൽ ചെയ്യുന്നതിന് മുമ്പ് അതൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ്, ബുക്ക് ഫെസിലിറ്റീസ് എല്ലാം കൊണ്ടും ICER-TVM PhD മാത്രം സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നില്ല, BSMS ഡിഗ്രി മൾട്ടിപ്പിൾ കോഴ്സസിന് വേണ്ടി ICER-TVM ഒരു ബെറ്റർ ക്യാമ്പസ് ആണ്. ഇപ്പൊ ജസ്വിനേട്ടൻ പോസ്റ്റ് ഡോക് സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇനി ഒരു 5 മുതൽ 10 വർഷത്തിനപ്പുറം, ഒരു ഡെക്കേഡിനപ്പുറം ജസ്വിനേട്ടനെ ഏതൊരു പൊസിഷനിൽ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതായത് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? അതെ, എനി റിസർച്ചറിനോട് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം പറയുന്നത് എനിക്ക് സ്വന്തമായ ഒരു ലാബ് തുടങ്ങുന്നത്. അതായത് എല്ലാവരുടെയും ഒരു ആഗ്രഹം. കാരണം ഒരു ലാബിനെ ലീഡ് ചെയ്യുക, ഒരു സ്റ്റുഡൻസിനെ മെന്റർ ചെയ്യുക, റിസർച്ചിന്റെ വലിയൊരു ആസ്പെക്ട് ആണ് സ്റ്റുഡന്റ് മെന്റർഷിപ്പ്. അപ്പൊ നമ്മൾ എത്രത്തോളം അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എത്രത്തോളം നോളേജ് നമുക്ക് കിട്ടിയോ അത് നമ്മുടെ മെന്റേഴ്സ് വഴിയാണ് കിട്ടിയത്. പർട്ടിക്കുലർലി എന്റെ കേസിലാണെങ്കിൽ ഡോക്ടർ സ്റ്റാലിൻ. അതുപോലെ തന്നെ ആ മെന്റർഷിപ്പ് റോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ജൂനിയേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും റിസർച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ചർ ആവുക. അപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ ട്രെയിനിങ്, PhD ട്രെയിനിങ്ങിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവും. അതുപോലെ തന്നെ ടീം റോളും വഹിക്കണം. കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്രൊജക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമുക്കാവില്ല ഇനീഷ്യൽ സ്റ്റേജസിൽ. അപ്പോൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് PhD എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോം. നമ്മളെ മാക്സിമം ട്രെയിൻ ചെയ്ത് പഠിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ടെക്നിക്സ് വൈസ് ആയിക്കോട്ടെ, തിയററ്റിക്കൽ ആയിക്കോട്ടെ. പോസ്റ്റ് ഡോക് എന്ന് പറയുന്നത് എൻറ്റയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പോൾ ഹാർവേഡിൽ എന്റെ കേസാണ്, എനിക്ക് ഇൻഡിപെൻഡന്റ് പ്രൊജക്ട് ആണ്. ആ പ്രൊജക്ടിനെ ഞാനാണ് ലീഡ് ചെയ്യേണ്ടത്. എന്റെ കൂടെ വേറെ ആൾക്കാരും കാണും. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യുക, വരുന്ന സ്റ്റുഡൻസ് കാണും, മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റി എബ്രോഡ് നിന്നൊക്കെ സ്റ്റുഡൻസ് കാണും. അപ്പം ഈ ഒരു പൊട്ടൻഷ്യലിലാണ് എല്ലാ റിസർച്ചേഴ്സും, ഈ ഒരു മൈൻഡ് സെറ്റിലാണ് എല്ലാവരും വരുന്നത്. എന്റെ കേസിലാണെങ്കിൽ ഒരു 10 years അല്ലെങ്കിൽ ഒരു 5 to 10 years ഡൗൺ ദ ലൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ച് ടീം ലീഡ് ചെയ്യുക. അതിപ്പോൾ മോളിക്കുലർ വൈറോളജി ആവാം, അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ നമ്മൾ സബ്ജക്ട്സുകൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. ബിക്കോസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ വൈറോളജി തന്നെ ചെയ്യണമെന്നില്ല, വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം, മൾട്ടിപ്പിൾ ഫീൽഡ്സ് ഉണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായ റിസർച്ച് ടീം ഡെവലപ്പ് ചെയ്യുക, കുറച്ച് ജൂനിയർ അല്ലെങ്കിൽ PhD സ്റ്റുഡൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്സ് അവരെയൊക്കെ ഗൈഡ് ചെയ്യുക. അവർ യൂണിവേഴ്സിറ്റിയിൽ കയറി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാന്നാണോ? അതെ. നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ അവസാനിക്കുന്നതിന്റെ മുന്നേ അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ ഒരു ചാനലിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ICER ആസ്പിറൻസ് ആണ് കൂടുതലായിട്ടും, പിന്നെ അവരുടെ പാരന്റ്സും റെഗുലർ ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ഈ ഒരു ചാനലിൽ. അപ്പൊ അവർക്ക് നമ്മൾ ഈ കോൺവെർസേഷൻ അവസാനിക്കുന്നതിന്റെ മുന്നേ അവരോടുള്ള ഒരു ഫൈനൽ മെസ്സേജ് എന്നുള്ള രീതിയിൽ ഒരു ടേക്ക് അവേ മെസ്സേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്വിനേട്ടൻ എന്താ ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടാവും? ഞാൻ ഇപ്പോൾ ആക്ച്വലി ICER ചെയ്തത് PhD ആണ്. അതുപോലെ തന്നെ BSMS എന്തൊരു കോഴ്സ് ആയിക്കോട്ടെ, ലൈഫ് സയൻസ് ചെയ്തല്ലായിക്കോട്ടെ, ഒരു അഡ്വൈസ് പറയാനുള്ളത് ടോട്ടൽ കമ്മിറ്റ്മെന്റ് ആണ് എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ്. കമ്മിറ്റ്മെന്റ് ആൻഡ് ഹാർഡ് വർക്ക്. അത് ഒബ്വിയസ്ലി എന്തൊരു ഫീൽഡിൽ പോയാലും ഇമ്പോർട്ടൻ്റ് ആണ്. പർട്ടിക്കുലർലി റിസർച്ചിൽ കുറേ ഡൗൺഫോൾസ് ഉണ്ടാവാം. മോസ്റ്റ് ഓഫ് ദ ടൈം ഡൗൺഫോൾസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 100 എക്സ്പീരിയൻസ് ചെയ്താൽ മോസ്റ്റ് ഓഫ് 75 ഫെയിൽ ആവാം. പക്ഷെ ആ 75 ഫെയിൽ ആയാലും അവിടെ വെച്ച് നമ്മൾ ക്വിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവമാണ് നമ്മൾക്കുള്ളെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പ്രിഫർ ചെയ്യില്ല ആർക്കും PhD ചെയ്യുക എന്നുള്ളത്. PhD എന്നൊരു അല്ലെങ്കിൽ റിസർച്ച് എന്നുള്ള ഒരു തീം. മോസ്റ്റ് ഓഫ് ദ ടൈം ഇതെല്ലാം എക്സ്പെരിമെന്റിലാണ്. റിസർച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെയാണ് റീസെർച്ചിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പോൾ അങ്ങനെ ഫെയിൽ ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ICER പോലെ ക്യാമ്പസിൽ നിങ്ങൾ ക്യാമ്പസിന്റെ ഒരു ICER IISc ഒക്കെ വെൽ നോൺ ക്യാമ്പസുകളാണ്. ക്യാമ്പസിന്റെ റെപ്യൂട്ടേഷൻ നോക്കി ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഒബ്വിയസ്ലി സ്റ്റുഡൻസിന് ഒരു പ്രഷർ ആയിരിക്കും. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കുട്ടികളായിരിക്കും മാതാപിതാക്കൾ ഫോഴ്സ് ചെയ്ത് ICER ഭയങ്കര ക്യാമ്പസ് ആണ്, അവിടെ പോയി പഠിക്കുക. അങ്ങനെയല്ല, സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റ് നോക്കുക. റിസർച്ച് ഒബ്വിയസ്ലി ടൈം കൺസ്യൂമിംഗ് ആണ്, നല്ല കമ്മിറ്റ്മെന്റ് വേണം, പർട്ടിക്കുലർലി PhD ടൈം. ബിക്കോസ് 5 years ഡൗൺ ദ ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടിങ് ഒന്നും കിട്ടില്ല. പിന്നെ വീട്ടുകാരുടെ പ്രഷർ, പല ഇന്റേണൽ പ്രഷേഴ്സ് ഉണ്ടാവാം. അപ്പൊ അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, മാക്സിമം 5 yearsനുള്ളിൽ ഫണ്ടിങ് ഉള്ള ടൈമിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഹൈലി കമ്മിറ്റ്മെന്റ് ആണ്. ഹാർഡ് വർക്ക് നല്ലപോലെ ചെയ്യേണ്ടി വരും. ചെറിയ ഹാർഡ് വർക്ക് അല്ല, നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ബിക്കോസ് എക്സ്പീരിയൻസ് ഒക്കെ ഫെയിൽ ആവാം മൾട്ടിപ്പിൾ ടൈംസ്, മൾട്ടിപ്പിൾ ഫാക്കൽറ്റീസ് മീറ്റിംഗ് ഉണ്ടും, മൾട്ടിപ്പിൾ മീറ്റിംഗ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറെ ഉണ്ടാവാം. പക്ഷെ ഇതിനെല്ലാം തരണം ചെയ്യാനൊരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ സ്റ്റുഡന്റ് കാണുന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിൽ അത് ചിലപ്പം അറിയാൻ പറ്റില്ല. ബട്ട് സ്റ്റുഡൻസ് ഒന്ന് ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നും എന്നെയും കൊണ്ട് സാധിക്കും റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് പോകാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യരുത്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഒരു 4 വർഷത്തോടെ ചെയ്തിട്ട് 5ാം വർഷം ക്വിറ്റ് ചെയ്യാൻ. അപ്പൊ എത്രയും ഏജും പോവുകയാണ്, ടൈം ഡിലേ ആവുക. ഫസ്റ്റ് ഇയറിൽ അവർക്ക് തോന്നും ഓക്കെ എന്നെ കൊണ്ട് പറ്റില്ല റിസർച്ച്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല ഒരു BSMS ഡിഗ്രി, ഭയങ്കര ഹെക്ടിക് ആണ്, സബ്ജക്ട് കോഴ്സ് ഒക്കെ ഭയങ്കര ഇതാണ്, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒബ്വിയസ്ലി ദേ ഹാവ് ടു ചൂസ് എ ഡിഫറെന്റ് ഡിസിഷൻ. അങ്ങനെ ചെയ്യാവുള്ളൂ. പക്ഷെ ഒരിക്കലും ICER പോലൊരു ക്യാമ്പസ്, ICER-TVM കോഴ്സ് വർക്കൊക്കെ വേൾഡ് ക്ലാസ് കോഴ്സ് വർക്കാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്. ഹാർവേഡ് ജോയിൻ ചെയ്തിട്ട് പോലും ഒരു ഫോറിനല്ല, ഒരു വലിയ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഡിഫിക്കൽട്ടീസ് എനിക്ക് അവിടെ ഫേസ് ചെയ്തിട്ടേ ഇല്ല. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല സ്ട്രോങ് ആണ് ഫ്രം ICER റിസർച്ച്. എക്സ്പെരിമെന്റിലായിക്കോട്ടെ, ഒരു എക്സ്പെരിമെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ്. ജസ്റ്റ് ഒരു അസൈ വർക്ക് ചെയ്യിപ്പിക്കാൻ ആർക്കും സാധിക്കും. ഈവൻ റോബോട്ട്സ് ക്യാൻ ഡു ദാറ്റ്. പക്ഷേ അതെങ്ങനെ വർക്ക് ആവുന്നു, ഓരോ സ്റ്റെപ്പും എന്താണ് നടക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം.
ആ ഒരു ട്രെയിനിങ് ഐസറിൽ നിന്ന് കംപ്ലീറ്റ്ലി കിട്ടും. ഈവൻ ലാബ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് BSMS സ്റ്റുഡൻസിന് ലാബ്സിൽ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന് ഓരോ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള അവസരമാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അത് പോസിബിൾ അല്ല. മേ ബി എ ഗ്രൂപ്പ് ഓഫ് 10 or 15 20 സ്റ്റുഡൻസ് ആയിരിക്കും ഒരുമിച്ച് ഒരു അസൈൻ ചെയ്യുന്നത്. അത് മേജർ കൺസേൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫണ്ടിങ് ആണ്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ഫണ്ടിങ് ആണില്ല യൂണിവേഴ്സിറ്റി. പക്ഷേ ഐസറൊക്കെ വെൽ ഫണ്ടഡ് ആണ്. ഈ ഓരോ സ്റ്റുഡൻസിനും എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കുക, ഇവൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഇവൻ ഐസർ ക്യാമ്പസിൽ. അതൊരു വലിയ ഇത് തന്നെയാണ്. പിന്നെ സജസ്റ്റ് ചെയ്യാനുള്ളത് യങ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടൈം. അപ്പം എൻ്റെ ഒരു കേസിലൊക്കെ ആണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇന്റേൺഷിപ്സിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. ആ സമയത്ത് ഒരു വെക്കേഷൻ കിട്ടി നമ്മൾ വീട്ടിൽ പോകും, വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എൻറ്റയർലി മാറിയേക്കുക. സ്റ്റുഡൻസ് ഒരു വെക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ 1 month ആണെങ്കിൽ ദേ അപ്ലൈ ഫോർ ഇന്റേൺഷിപ്സ് ഈവൻ എബ്രോഡ് വരെ. എനിക്കറിയാം ഇവിടുന്ന് ഐസറിൽ നിന്ന് അവിടെ ഹാർവാർഡിൽ വന്ന മൾട്ടിപ്പിൾ കുട്ടികളെ മീറ്റ് ചെയ്തു. സർപ്രൈസ് ആയിരുന്നു. സ്കോളർഷിപ്പോട് കൂടി. അതെ, സർപ്രൈസ്ഡ് ആയിട്ടു അവർ സ്റ്റുഡൻസ് അവിടെ വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുക. ആ ഒരു പൊട്ടൻഷ്യൽ അവരാ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്ത് പോയി എക്സ്പോഷർ കിട്ടും, എങ്ങനെയാണ് റിസർച്ച് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ലാബിൽ നിന്ന് വർക്ക് ചെയ്യുന്ന എക്സ്പോഷർ ആയിരിക്കില്ല വേറൊരു ലാബിൽ. അപ്പോൾ മൾട്ടിപ്പിൾ എക്സ്പോഷർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ടച്ച് നമുക്ക് കിട്ടത്തുള്ളൂ റിസർച്ചിന്റെ. ഒബ്വിയസ്ലി അതാണ് മെയിൻ. പുതിയ ജനറേഷൻ സജസ്റ്റ് ചെയ്യാനുള്ള അതാണ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ റിസർച്ചിനോട് എത്ര താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ ഓൾ ദീസ് കൈൻഡ് ഓഫ് ലൈഫ് സയൻസ് കോഴ്സസ്. അതിൽ ഐസർ TVM വളരെ നല്ലൊരു ക്യാമ്പസ് ആണ്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ ഫെസിലിറ്റീസും ഐസർ TVMൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു പീസ്ഫുൾ ക്യാമ്പസ് ആണ്. അതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അറിയാം ആക്ച്വലി ക്യാമ്പസ് സിറ്റി എന്നൊക്കെ ഫാർ അവേ ആണ്. അറ്റ്ലീസ്റ്റ് 1.5 hours ട്രാവൽ ചെയ്യണം അവിടെ എത്തണമെങ്കിൽ. ഫോർ സ്റ്റഡീസ് ആക്ച്വലി നല്ലൊരു ക്യാമ്പസ് ആണ്. മിക്സസ് നല്ല പീസ്ഫുൾ ആണ്. സോ ജസ്റ്റിനേട്ടാ, നമ്മുടെ ഷോയിൽ വന്നതിന് വളരെയധികം നന്ദി. നമ്മൾ ഒരുപാട് സമയമെടുത്ത് പല കാര്യങ്ങളും ജസ്റ്റിനേട്ട ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതായത് ഐസറിലുള്ള എക്സ്പോഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്താണ് വൈറോളജിയിലുള്ള റിസർച്ച്, അതിൻ്റെ സാധ്യതകൾ, എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. സോ ജസ്റ്റിനേട്ടൻ്റെ റിസർച്ചൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ, അങ്ങനെ ഒരു വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിവേ, താങ്ക്സ് ഫോർ കമ്മിങ് ടു അവർ ഷോ. താങ്ക് യു. ഇങ്ങനൊരു ഷോ ആക്ച്വലി ചെയ്യുന്നതിലും വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. ആക്ച്വലി മൾട്ടിപ്പിൾ ക്യാമ്പസിനെ കുറിച്ച്, ഇന്ത്യയിലുള്ള തന്നെ ക്യാമ്പസുകളാണ് ഐസർ പോലുള്ള ക്യാമ്പസിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. ഈവൻ ട്രിവാൻഡ്രത്തുള്ള സ്റ്റുഡൻസിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഐസർ TVMനെ കുറിച്ച് അറിയൂ. അവർക്ക് അറിയില്ല ഇവിടെ എന്താ നടക്കുന്നത്. സ്വന്തം നാട്ടിലുള്ള ക്യാമ്പസാണ്. പക്ഷെ സ്വന്തം നാട്ടിലൊരു ക്യാമ്പസ് ഉണ്ടായിട്ട് പോലും എല്ലാവരും വിദേശത്ത് പോവുകയാണ്. നല്ല ക്യാമ്പസ് ഉണ്ടായിട്ട് പോലും, നല്ല ബേസിക് നോളജിനുള്ള എന്തൊരു ക്യാമ്പസ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഐസറിനെ കുറിച്ചൊന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ആരും ഷെയർ ചെയ്യുന്നില്ല. ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ ഒരു അഡ്വർടൈസ്മെന്റ് വരും, കോൾ ഫോർ ആപ്ലിക്കേഷൻ. പക്ഷെ അത് പോരാ, ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഇതുപോലൊരു നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ അതന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അപ്പം ലോക്കൽ പോപ്പുലേഷനും ഇതിനും കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണ്ടേ, നല്ലൊരു കോളേജ് ഉണ്ടായതിന്.